8 പെൺപിള്ളേര് 8 സിസേറിയനിലൂടെ ദൈവം ഞങ്ങൾക്ക് 8 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. പക്ഷെ ഓരോ കുഞ്ഞിനെയും സ്വീകരിക്കുമ്പോൾ ദൈവം വളർത്താനായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. മക്കളെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ കുഞ്ഞിനെയും സ്വീകരിക്കുമ്പോൾ ദൈവം വളർത്താനായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയിരുന്നില്ല. വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ മുതിർന്ന പിള്ളേര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ വളരെ ഹാപ്പിയാണ്. എൻ്റെ പേര് മിന്ന, ഞാനാണ് ഈ വീട്ടിലത്തെ മൂത്താള്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചാട്ടന്മാരാണ് കൂടുതലുള്ളത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും, ഒരു ചേട്ടനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നീ എങ്ങനെ ഇത്രയും പേര് വീട്ടിലുണ്ടാവുമ്പോ നല്ല രസമല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല. പിന്നെ അപ്പൊ ചോദിക്കും പിന്നെ തല്ലൂട്ടൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. തല്ലൂട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ വീട്ടിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഇവരൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇവരൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ഇത്ര പ്രശ്നം, ഇവരൊന്നും ഇല്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഭയങ്കര ബഹളമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ ഇവർ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിക്കും, അവരൊന്നും ഇല്ലല്ലോ, ആ ബഹളമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഭയങ്കര ലോൺലി ഫീലിംഗ് ഒക്കെ വരും. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓരോ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ ദൈവം അതിനുള്ള ഒരു സാഹചര്യം, ദൈവം അതിനുള്ള ആൾക്കാരും അതുപോലെ തന്നെ സാമ്പത്തികമായ മേഖല എല്ലാം ദൈവം ആ സമയത്ത് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വലിയൊരു ബേഡനായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും എന്റെ കഴിവുകൊണ്ട് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല. അപ്പൊ ദൈവത്തിന് വലിയൊരു നന്ദി. ദൈവം ഇനി എത്ര കുഞ്ഞുങ്ങൾ വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എൻ്റെ പേര് സോണി, വീട് തൊടുപുഴയ്ക്കടുത്ത വാഴക്കാല ഇടവക. ഞാനവിടെ പള്ളിയിൽ ദേവാലയ ശുശ്രൂഷയായിട്ട് സേവനം ചെയ്യുന്നു. ഞങ്ങൾ ഭാര്യ ജ്യോതി, 8 പെൺപിള്ളേര് 8 സിസേറിയനിലൂടെ ദൈവം ഞങ്ങൾക്ക് 8 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. 2008 ഞങ്ങളുടെ വിവാഹം. എൻ്റെ വരുമാനം കൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. കൂടുതൽ മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം, ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകാൻ ക്ഷണിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ സർവസമ്മാനമേ, ദിവ്യകാരുണ്യമേ, ദിവ്യമാം പൂജ്യമേ, യോവിധിന്യാത്രയിൽ എൻ്റെ ദിവ്യപാദയമേ. കൂടുതൽ മക്കളെ സ്വീകരണ കാര്യത്തിൽ സാമ്പത്തിക മേഖലയിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കും ഉണ്ടാവുക. സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് വന്നാലും കർത്താവ് ഞങ്ങളെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളെ എനിക്കൊരു പുതിയ ജോലി നൽകി. അർഹിക്കാത്തതെന്ന് തന്നെ വേണം പറയാനായിട്ട്. എനിക്കൊരു പ്രൊമോഷനും കിട്ടി. ഞാൻ ഒരു സമയത്ത് ലോൺ എടുത്തൊക്കെയായിരുന്നു എൻ്റെ മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കാറ്. പക്ഷെ ആ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ പറ്റി. ഇപ്പോൾ അങ്ങനത്തെ കടങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പം ഈ അടുത്ത് ഞങ്ങൾക്ക് ഒരു കാറും വാങ്ങിക്കാൻ കിട്ടി. ഒരു വലിയ കാർ തന്നെ, എല്ലാവർക്കും സുഖമായി യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള. അതുപോലെ അത്രമാത്രം കർത്താവ് എന്നെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, മക്കളെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ദൈവമാണ് മക്കളെ തരുന്നത്. അപ്പോൾ കർത്താവ് അവരെ നോക്കാനുള്ള എല്ലാ കഴിവും സാമ്പത്തികമായും എല്ലാം തന്നെ കർത്താവ് തന്നെ ക്രമീകരിച്ചു തരും.